ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വിഷു സീരീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിന്ന് വൂള് കൊണ്ടാണ് ഇന്നൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ കേക്ക് ബോർഡ് തന്നെ വേണമെന്നില്ല, ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും അതിലെടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടൈലിൻ്റെയോ പീസ് എടുത്താലും മതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വൂളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ വൂള് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഇതുമേ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അതുമേ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് പിസ്താഷ്യലാണ്. പിസ്താഷ്യല് നമ്മൾ യെല്ലോ കളർ കൊടുത്തെടുത്തിരിക്കുകയാണ്, വെള്ളവും കളറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വൂളുമ്മൽ കുറച്ച് നന്നായിട്ട് ഗ്ലൂ ഗൺ ഇട്ടതിന് ശേഷം ഇതൊരു ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വൂളുമ്മലും അതുപോലെ തന്നെ പുറത്തോട്ടും ഗ്ലൂ ഗൺ ഇട്ട് വരുന്ന വിധത്തിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ തന്നെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു കൊന്നപ്പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഗ്ലൂ നമ്മൾ ഈ പിസ്താഷ്യൽ ഒട്ടിക്കുന്നത് നമ്മുടെ വൂളുമ്മലായിരിക്കണം, എന്നാൽ അത് ഗ്ലൂ കുറച്ചുകൂടെ പുറത്തോട്ടും കൂടെ വരുന്ന വിധത്തിൽ. അപ്പോൾ ഇതുപോലെ കുറേ നമ്മൾ ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഗ്ലൂ ഉണങ്ങിയതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും എണ്ണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വിടണം. ഗ്ലൂ ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇനിയുള്ളത് ചെയ്യാൻ പാടുള്ളൂ. ഗ്ലൂ ഉണങ്ങിയതിന് ശേഷം ഇതിനെ പതുക്കെ ഇങ്ങനെ പറിച്ചെടുക്കുക. ഗ്ലൂ അടക്കം നമ്മൾ പറിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് വിട്ട് പോരും കേട്ടോ. ഗ്ലൂ കൂടെ നമ്മൾ എടുക്കണം. അപ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ കേക്ക് ബോർഡോ ടൈലോ ഗ്ലാസ്സോ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാൻ പറയുന്നത്. പേപ്പറിലൊക്കെ ആണെങ്കിൽ ആ പേപ്പർ അവിടെ ഒട്ടിപ്പിടിക്കും. ഇങ്ങനത്തെ സംഭവങ്ങളാകുമ്പോൾ നമുക്കത് ഒട്ടിപ്പിടിക്കില്ല. ഇനി കൈ കൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ടൂൾ വെച്ച് എഴുതിന് ശേഷം അതിങ്ങനെ കുത്തിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗ്ലൂ അടക്കം പൊന്തിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഗ്ലൂ അതിനാണ് നമ്മൾ ത്രെഡ് മൂലം അതുപോലെ തന്നെ കുറച്ച് പുറത്തോട്ടുമായിട്ട് ഗ്ലൂ ഇടാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളെ ഗ്ലൂ ഗൺ കൊണ്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതൊരു കിട്ടുള്ളൂ. അതല്ലാണ്ട് നോർമൽ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതായത് ഇങ്ങനെ പറിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം അതൊന്ന് ഇങ്ങനെ പറിച്ചെടുക്കാം എന്നിട്ട് കാണിക്കാം. എന്താ ഇപ്പോൾ ഇതെല്ലാം അതും പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ അടിയിൽ ഗ്ലൂ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ഗ്ലൂ ഇതുപോലെ നമുക്ക് കാണണം, എന്നാൽ മാത്രമാണ് നമുക്കിത് ഭംഗിയായിട്ട് നിൽക്കുള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുക ഗ്ലൂ ആയിട്ട്. ഇതിന് ഇനി എക്സ്ട്രാ നൂല് പോലെയൊക്കെ ഉള്ളത് ഗ്ലൂവിൻ്റെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നൂല് അതുപോലെ തന്നെ ഗ്ലൂ ഒക്കെ ചിലപ്പോൾ പുറത്തോട്ട് ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ടാവും. ആ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ചിലപ്പോൾ അത് ബഡ് പോലെയൊക്കെ ഉള്ളൊരു ഷേപ്പിലൊക്കെ ആയിട്ടുണ്ട്, അവിടെയാണെങ്കിൽ ഒരു പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇനി ഇതിന് നമുക്ക് ഒരു ലീഫും കൂടെ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ലീഫ് കൂടെ കട്ട് ചെയ്ത് അതിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലത്തെ കേക്ക് ബോർഡ് അല്ലെങ്കിൽ ബോർഡുമ്പം വേണമെങ്കിൽ നമുക്ക് നേരത്തെ വെച്ചില്ലേ പറിച്ചെടുക്കാതെ തന്നെ ആയാലും വെക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇത് പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതാ വോളിൽ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൊന്നപ്പൂ ഇതുപോലെ വരുന്ന വിധത്തിലുള്ള ഒരു ഫീലിങ്ങിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ വിഷുവൊക്കെ ആയതുകൊണ്ട് ഫ്രണ്ടിലൊക്കെ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊന്നപ്പൂ ഇരിക്കുന്ന ഒരു ഇത് തോന്നും കേട്ടോ. ദൂരേന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നും, പക്ഷെ അടുത്തത്ര ഇല്ല എങ്കിൽ കൂടി ദൂരേന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊന്നപ്പൂവാണ്. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു.